ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇന്നലത്തെ ബാക്കി തന്നെ എടുത്ത് നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് പേഴ്സണിൻ്റെ കറണ്ട് എനർജി, നിങ്ങളുള്ള ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, പിന്നെ എന്താണ് നിങ്ങൾ ആ പേഴ്സണെ കിട്ടാൻ വേണ്ടി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സണിൻ്റെ കറണ്ട് എനർജി ഇന്നലെയും കിട്ടിയത് ഇത് തന്നെയായിരുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതായത് ആ വ്യക്തിക്ക് ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. അതാണ് പ്രശ്നം. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥയായിട്ടാണ് കാണുന്നത്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് അത് ആ വ്യക്തി പിന്നോട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുന്നോട്ട് മോട്ടിവേഷനായിട്ട് പോകുക എന്നുള്ളതാണ്. അത് ആ വ്യക്തിയുടെ കൂടെ ഉണ്ട്, ഞാൻ നിന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി ആ വ്യക്തിക്ക് വരുത്തുക. അതാണ് അത്യാവശ്യം ഇവിടെ വേണ്ടിയിട്ട് കാണുന്നത്. അപ്പോൾ ആ വ്യക്തി തീർത്തും ഒരു നിരാശയുടെ ഭാഗത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു മോട്ടിവേഷൻ നൽകുക, ഞാനുണ്ട് കൂടെ എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അതുള്ള കാണും. പിന്നെ ആ വ്യക്തി എന്തായാലും സാമ്പത്തിക കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സ്റ്റാറാണ്. ഇത് മേജർ ആർക്കന കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പ്രതീക്ഷയുണ്ട്, നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ആത്മവിശ്വാസമുണ്ട്, ഇതൊക്കെ തന്നെ ഉണ്ട് താനും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ വ്യക്തിക്ക് നിങ്ങളിൽ നല്ല വിശ്വാസമുണ്ട്, നിങ്ങൾ പ്രതീക്ഷയുണ്ട്, അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുള്ള അറ്റാച്ച്മെൻറ്റ് കാണുന്നത്. ഇനി എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ 2 കാർഡാണ് വന്നത്. രണ്ടും എന്താണെന്ന് നോക്കാം. ഒന്ന് ഹെറോഫൻ്റാണ്. ഹെറോഫൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുതിർന്ന ആൾക്കാരെ ആ കാര്യത്തിൽ ഇടപെടുത്തുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ അച്ഛനെയോ അമ്മയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വ്യക്തികളെ പറഞ്ഞു വിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുക എന്ന് കാണുന്നു. അപ്പം ഒരു മധ്യസ്ഥത ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതാണ് ഇവിടെ വേണ്ടത്. ഇവിടെ ഇടനിലക്കാരൻ ഇല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ ഇടയ്ക്കുള്ള വ്യക്തി, ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സംസാരിക്കാൻ അനുയോജ്യരായ മുതിർന്ന വ്യക്തികളെ പറഞ്ഞു വിട്ട് കാര്യങ്ങൾ സോൾവ് ആക്കുക. അതേപോലെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ വന്നാൽ അതൊന്നെല്ലാം ഒഴിവാക്കി അതൊക്കെ ഒഴിവാക്കുക. ഒരുപക്ഷെ ഈ സമയത്ത് തർക്കങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വന്നാൽ അതെല്ലാം ഒഴിവാക്കി വളരെ സ്മൂത്തായിട്ട് കാര്യം കൊണ്ടുപോവുക. അതാണ് കാണുന്നത്. ആ പിന്നെ വിഷമമാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് മനസ്സിലായി. നിങ്ങളുടെ പേഴ്സണെ മോട്ടിവേഷൻ ഇല്ലാതെ സ്ട്രക്കായി നിൽക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെ പ്രതീക്ഷയുണ്ട്. നിങ്ങൾ ഇടനിലക്കാരെയോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിട്ട് കാര്യം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെ ആണെങ്കിലും വഴക്കാണെങ്കിലും ഒന്നുമില്ലാതെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോവുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ കിട്ടുന്നതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നമ്മുടെ ടാരോട്ട് കാർഡ് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് നാളെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്തിട്ട് പോവുക. കമൻറ്റ് ചെയ്യുമ്പോഴാണത് കൂടുതൽ റെസിനേറ്റ് ആകുന്നത്. ഓക്കെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ല കേട്ടിട്ട് പോയാൽ അത് റെസിനേറ്റ് ആകത്തില്ല. കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങളത് പറയുമ്പോൾ അത് നമ്മളൊരു കാര്യം എഴുതുമ്പോഴോ പറയുമ്പോഴോ ഒക്കെ അത് കൂടുതൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതിൽ കണക്റ്റ് ആവുകയാണ്. അതാണ് എഴുതുമ്പോഴുള്ള പ്രത്യേകത. സംസാരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനും നാവും മാത്രമേ വർക്കൗട്ട് ആവുന്നുള്ളൂ. എഴുതുമ്പോൾ നമ്മളത് വായിക്കുന്നു, കാണുന്നു, പറയുന്നു, സംസാരിക്കുന്നു, എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് 5 സെൻസും വർക്കൗട്ട് ആവുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമുക്ക് നാളെ കാണാം.